തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ കരാർ തൊഴിലാളിയെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മാരായിമുട്ടം സ്വദേശി എൻ ജോയിക്ക് വേണ്ടിയാണ് തോടിന്റെ ടണലിൽ തെരച്ചിൽ തുടരുന്നത്. ടണലിന്റെ മറുവശത്തുള്ള ഭാഗം കൂടുതൽ ദുഷ്കരമാണ്. ടണലിന്റെ തുടക്ക ഭാഗത്ത് തന്നെ തെരച്ചിൽ തുടരും. 30 മീറ്റർ വരെയാണ് ആദ്യം പരിശോധന നടത്തിയത്. ടണലിന്റെ മറുവശത്തുള്ള ഭാഗം കൂടുതൽ ദുഷ്കരം ആണ്. 20 മീറ്റർ കൂടി ആ ഭാഗത്ത് തന്നെ പരിശോധന നടത്തും. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, വളരെ ദുഷ്കരമായുള്ള രക്ഷാപ്രവർത്തനമാണ്, മണിക്കൂറുകളായി നീളുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ ഏകദേശം 7 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ജോയി ഈ ഒരു ടണലിനകത്ത് അകപ്പെട്ടിട്ട് ഇതുവരെയും കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത്. കാരണം രാവിലെ 10:00 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് ഈ അഗ്നിരക്ഷാ സേനയുടെയൊക്കെ തന്നെ വലിയ വിഭാഗങ്ങൾ ഇവിടെ എത്തി പരിശോധന തുടർന്നു. എങ്കിൽ പോലും തന്നെ ഈ മാലിന്യ കൂമ്പാരം അത് കുമിഞ്ഞുകൂടി കിടക്കുന്നതാണ് ഇത്തരത്തിൽ രക്ഷാദൌത്യത്തെ വലിയ രീതിയിൽ ദുഷ്കരമായി ബാധിക്കുകയും ചെയ്യുന്നത്. അത് ശ്രമകരമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 7 മണിക്കൂർ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഇതിനകത്തേക്ക്, അതായത് ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഭാഗത്തുള്ള വീതി അല്ല അകത്തേക്കുള്ളത്. ഈ സെൻട്രൽ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ ഒരു തുരങ്കപാതയുണ്ട്. അതിൽ ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഉയരം മാത്രമാണ് അതിലേക്കുള്ളത്. ആ ഭാഗത്തേക്ക് ഈ റെയിൽവേ ട്രാക്കിന് മധ്യഭാഗത്തുള്ള ഒരു മാൻഹോൾ ഉണ്ട്. ആ മാൻഹോളിൽ വെച്ച് അവിടെ ഒരു ബാരിക്കേഡ് തീർത്തുകൊണ്ട് അവിടുന്ന് അകത്തേക്ക് പിന്നീട് മറ്റു ഭാഗത്തേക്ക് മറുവശത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു തട വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും തന്നെ അവിടം വരെ ഏകദേശം ഈ അപകടം നടന്ന സ്ഥലം തൊട്ട് ആ മധ്യഭാഗത്തുള്ള മാൻഹോൾ വരെ ഏകദേശം 50 മീറ്ററോളം ദൂരമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും 30 മീറ്റർ ദൂരത്തേക്ക് ഇവർക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. 30 മീറ്റർ അകത്തേക്ക് മാത്രമാണ് ഇതുവരെയും റെസ്ക്യൂ ടീമിനകത്തേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും 20 മീറ്റർ പരിശോധനകൾ കൂടി നടത്തണം. കാരണം അവിടെയും എല്ലാം തന്നെ വലിയ രീതിയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ജനപ്രതിനിധി അടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. രാവിലെ തന്നെ മേയറും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടി കൂടി വരികയും ചെയ്തു. അതിൽ കൃത്യമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഒരു പക്ഷം പറയുന്നത് കൃത്യമായ വീഴ്ച ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്തരത്തിൽ മാലിന്യ നീക്കം പാളിയത് കാരണമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു വാദം മറുവശം ഉന്നയിക്കുമ്പോൾ റെയിൽവേയുടെ ഭാഗത്താണ് ഇത്തരത്തിലൊരു വീഴ്ച പറ്റിയെന്നുള്ളൊരു ആരോപണമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശമാണ് വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ വാദപ്രതിവാദങ്ങൾ തുടരുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ 7 മണിക്കൂറോളമായിട്ടും നിലവിൽ ഈ ജോയി എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അകപ്പെട്ടു പോയിട്ട് 7 മണിക്കൂറുകൾ കഴിയുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചും ഇതുവരെയും ഒരു വിവരം പോലും ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ നേതൃത്വത്തിൽ ഓക്സിജൻ സിലിണ്ടറും ഒക്കെയായി അവർ പരിശോധന നടത്തിയാണ്. ഇപ്പോഴും അവിടെ നിന്ന് ചെളി കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് ആ ഭാഗത്ത്. അതൊക്കെ നീക്കം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല ഉപയോഗിച്ച് ഈ അകത്തേക്ക് ടണലിനകത്തേക്ക് പോയിട്ടുള്ള വേസ്റ്റുകൾ, മറ്റ് മാലിന്യ വസ്തുക്കളെല്ലാം തന്നെ ഈ വല ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം JCB ഉപയോഗിച്ച് അത് പുറത്തേക്ക് മാറ്റുന്ന നടപടിയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ 30 മീറ്റർ ദൂരത്തോളം ഈ റെസ്ക്യൂ ടീമിന് ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാൻഹോൾ വരെ ഏകദേശം 50 മീറ്റർ ദൂരമുണ്ട്. ആ 20 മീറ്റർ ദൂരം കൂടി ഇന്ന് പരിശോധിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അല്പസമയത്ത് മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ജോയിയെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു ഉദ്യോഗസ്ഥരുള്ളത്. ഒപ്പം തന്നെ ദൌത്യ സംഘമുള്ളത്. വളരെ ദുഷ്കരമായ, വളരെ ശ്രമകരമായ ഒരു ദൌത്യമാണ് 7 മണിക്കൂറായി പുരോഗമിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇനി അങ്ങോട്ട് സന്ധ്യയാവാൻ പോവുകയാണ്, രാത്രിയാണ്. അവിടെ വെളിച്ചമില്ലാത്ത മേഖലയാണ്. ടണലിനകത്ത് വെളിച്ചമൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യും, പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സ്വാഭാവികമായും മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ വെള്ളം കുത്തൊലിച്ച് വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം അതാണ് ഇത് ഒരു അപകടത്തിന് കാരണമാവുകയും ചെയ്തത്. രാവിലെ ഈ റെയിൽവേയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ 3 തൊഴിലാളികൾ ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ടണലിലെ മാലിന്യ കൂമ്പാരം നീക്കുന്നതിന് വേണ്ടി എത്തിയത്. ഇത് നിരവധി തവണ ഇത്തരത്തിൽ ഈ ഒരു ക്ലീൻ പ്രവർത്തനങ്ങൾ നടത്താറുള്ളതാണ്, പതിവായി ഇത് നടത്താറുള്ള കാര്യമാണ്. അതായത് മഴ കൂടുതലായി പെയ്യുന്ന സമയത്ത് മാലിന്യം കുമിഞ്ഞുകൂടി ആ ടണലിലേക്ക് വെള്ളം സുഗമമായി ഒഴുകി പോകാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ തൊഴിലാളികൾ എത്തുകയും ചെയ്തത്. ആ സമയത്താണ് മഴ ശക്തമായി തലസ്ഥാന നഗരിയിലും അതിശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒഴുക്ക് വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ
തീർച്ചയായും തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ കരാർ തൊഴിലാളി ജോയിക്കായുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. വളരെ ശ്രമകരമായ ദൌത്യം. ഇനിയിപ്പോൾ സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു, പ്രകാശത്തിന്റെ കുറവുണ്ടാകും, അതോടൊപ്പം തന്നെ മഴ പെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിസന്ധി കൂടി മുന്നിൽ വരുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ജോയിയെ കണ്ടെത്താൻ.